ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 എക്സാം അണ്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനും ഒരു സിലബസ് കവറേജും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു എക്സാമിന് മാക്സിമം സ്കോർ നമുക്ക് കൊടുക്കാൻ പറ്റുക. പരമാവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനാലിസിസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ സിലബസിലെ ഏതൊക്കെ കോർണേഴ്സ് നമ്മൾ ഉറപ്പായിട്ടും. ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വിജ്ഞാപനം വന്നു കഴിഞ്ഞു. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതാ വിജയചരിത്രം ആവർത്തിക്കുവാനായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം ഫുൾ സിലബസ് ബേസ്ഡ് മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ ഒരു ഫുൾ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. പഠിച്ചിരിക്കണം എന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് പ്ലസ് സ്റ്റഡി പ്ലാൻ ആണ് ടെക് PSC ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫുൾ ക്ലാസ് കൊണ്ട് മൈക്രോബയോളജി പോർഷനിൽ നിന്നും ഏതൊക്കെ പോർഷനാണ് നിങ്ങൾ മിസ് ചെയ്യാതെ പഠിച്ചിട്ട് പോകേണ്ടത്, ഏതൊക്കെ പോർഷൻ നിങ്ങൾക്ക് കുറഞ്ഞ ടൈം ഫ്രെയിമിൽ മാക്സിമം സിലബസ് കവർ ചെയ്യാൻ പറ്റിയത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ട്രിക്സ് ആയിരിക്കും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യും. അതിനുശേഷം ഒരു ഷോർട്ട് എങ്ങനെയാണ് റഫ് ആയിട്ടൊരു സ്റ്റഡി പ്ലാൻ കൂടി നമ്മൾ നോക്കും. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കുക, സക്സസ് ഈസ് നത്തിങ് മോർ ദാൻ എ ഫ്യൂ സിമ്പിൾ ഡിസിപ്ലിൻസ് പ്രാക്ടീസ്ഡ് എവരി ഡേ. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ ആരംഭത്തില് ഭയങ്കരമായിട്ട് തുടങ്ങിയപ്പോൾ നമുക്ക് പഠിക്കണം എന്നൊരിതുണ്ടായിരുന്നു. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പഠിച്ചത് കൂടി നിങ്ങൾ മറന്നുപോകും. എക്സാമിന്റെ സമയത്ത് നമുക്ക് വേണ്ട എന്താണ്, ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളൊരു മോക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഒരു എക്സ്പീരിയൻസ് എക്സാമിൽ നമുക്ക് അത് വേണം. എങ്കിൽ മാത്രമാണ് ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ കറക്റ്റ് ഓപ്ഷനിലേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി ആയിട്ട് എത്താൻ പറ്റുക. അപ്പൊ മാക്സിമം മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവും ആ ഒരു ആവേശം നമ്മൾക്ക് എക്സാം വരെ നിലനിർത്തുന്ന രീതിയിൽ ആദ്യം മുതൽ തന്നെ ഒരുപാട് ടൈം വേണ്ട, കുറച്ച് ടൈം വെച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോവുക എന്നുള്ളതാണ് നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ നമുക്ക് നമ്മുടെ മൈക്രോബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ മൈക്രോബയോളജി ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 1 ആണ് ജനറൽ മൈക്രോബയോളജി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതില് മൊത്തം 5 മോഡ്യൂൾസ് ആണ് മൈക്രോബയോളജിയുടെ പോർഷനിൽ വന്നിട്ടുള്ളത്. മൊഡ്യൂൾ 1 ജനറൽ മൈക്രോബയോളജി, അതിൽ നിന്ന് 6 മാർക്സ് ആണ് മാക്സിമം. അപ്പോൾ നമ്മൾ 100 മാർക്ക് നോക്കുകയാണെങ്കിൽ അതിൽ 6 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നതല്ലേ. അപ്പൊ 6 മാർക്ക് ജനറൽ മൈക്രോബയോളജി പോർഷൻസ് ആണ്. ഈ ജനറൽ മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഹിസ്റ്ററി, ദ സ്കോപ്പ് ഓഫ് മൈക്രോബയോളജി, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഫാദർ ഓഫ് മൈക്രോബയോളജി റോബർട്ട് കോച്ച് ആണ്. ഈ ഫാദറിന്ന് തുടങ്ങി നമ്മൾ ഈ മൈക്രോബയോളജിയുടെ എല്ലാ ഹിസ്റ്ററീസും നമ്മൾ കാണാപ്പാഠം അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ഇയർ ആയിരിക്കും ചോദിക്കുക, ഇയർ അങ്ങനെ എക്സാംസിന് അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് ഇയർ കൂടി നമ്മൾ പഠിക്കണം. ഓരോ വർഷം തോറും എക്സാമിന്റെ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ 2015 മുതൽ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നിങ്ങൾക്ക് ക്ലാസ് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിന്റെ ചേഞ്ച് വന്നിരിക്കുന്നത്. തിയറട്ടിക്കൽ ക്വസ്റ്റ്യനിൽ നിന്നും കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിലാണ് ഇപ്പൊ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മൾ ജനറൽ മൈക്രോബയോളജിയുടെ പോർഷൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഹിസ്റ്ററി ആൻഡ് സ്കോപ്പ് ഓഫ് മൈക്രോബയോളജി, ഇത് നമുക്ക് ഉറപ്പായിട്ടും വിട്ടുപോകാതെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഹിസ്റ്ററി ആൻഡ് സ്കോപ്പ് ഓഫ് മൈക്രോബയോളജി എന്നുള്ളത്. പിന്നീട് ലബോറട്ടറി സേഫ്റ്റി ആൻഡ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക് വരുന്നുണ്ട്. ഈ ഒരു പോർഷൻസ് ഒന്നും നമുക്ക് ഓൾറെഡി മറ്റ് മോഡ്യൂളുകളിൽ
ലബോറട്ടറി എക്യുപ്മെന്റ്സ്, ഇൻസ്ട്രുമെന്റ്സ്, സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻസിൽ നിന്ന് ഈ സേഫ്റ്റി, പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. നെക്സ്റ്റ് പോർഷൻ സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ ആണ്. ഈ പോർഷൻസ് നിന്നും സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ്, ഇത് മൈക്രോബയോളജിയുടെ സ്റ്റെറിലൈസേഷൻ പോർഷൻ ആണ്. അപ്പോൾ അതിൽ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, ഇതിലേതാണ് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ് ആയത്, അല്ലാത്തത്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഡിസിൻഫെക്ഷനിൽ വരുന്ന വേരിയസ് കെമിക്കൽസ് യൂസ് ചെയ്ത ഡിസിൻഫെക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജനറൽ മൈക്രോബയോളജിയിൽ. ഈ ഒരു പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവർ ചെയ്യില്ല. മൈക്രോസ്കോപ്പ്, അതിന്റെ റെസൊല്യൂഷൻ പവർ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഓരോ പാർട്സ് ഓഫ് ദ മൈക്രോസ്കോപ്സ്, ഓരോ പാർട്സിന്റെ ഫങ്ഷൻസ് എന്താണ്, ഇതിന്ന് റിപ്പീറ്റഡ് ആയിട്ട് മിനിമം ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ പോർഷൻസ് നിന്ന് പ്രതീക്ഷിക്കാം. മാക്സിമം 3 വരെ പോകാം. മൈക്രോസ്കോപ്പിന്റെ മാത്രം പോർഷൻസ് ആണ് പറയുന്നത്. അവിടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്, ഈ ഡാർക്ക് ഫീൽഡും കൂടെ ഒന്ന് കളർ ചേഞ്ച് ചെയ്തുകൊണ്ടാണ്, ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്, ഫ്ലൂറസെന്റ് ആൻഡ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഓരോ മൈക്രോസ്കോപ്പും നമ്മൾ യൂസ് ചെയ്യുന്നത് ഓരോ തരത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഓരോ മൈക്രോ ഓർഗാനിസത്തിനും ഓരോ അവരുടെ മൈക്രോമീറ്റേഴ്സിൽ ഡയമെൻഷനിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരേ റെസൊല്യൂഷൻ പവർ യൂസ് ചെയ്താൽ നമുക്ക് എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെ ഒരേപോലെ കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത് ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസൊല്യൂഷൻ പവർ ഉള്ള മൈക്രോസ്കോപ്പ് ആണ് വേണ്ടത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ മൈക്രോസ്കോപ്പ് എന്ന പോർഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ജനറൽ മൈക്രോബയോളജിയിൽ 2015 തൊട്ടിട്ട് 2024 വരെയുള്ള ക്വസ്റ്റ്യൻ നമുക്കൊന്ന് അനാലിസിസ് ചെയ്ത് നോക്കാം. റിസോൾവിംഗ് പവർ ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ 2015 ക്വസ്റ്റ്യൻ ആണ്. 0.1 നാനോമീറ്റർ ആണ്. സോറി. ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസേഷൻ ഓഫ് ഡ്രൈ ഹീറ്റ്, ഇതും ജനറൽ മൈക്രോബയോളജിയുടെ സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ ആ ഒരു ടോപ്പിക്കിൽ നിന്ന്, അതായത് നമ്മുടെ മൊഡ്യൂൾ 1 1.2 എന്നുള്ള ആ ഒരു പാർട്ടിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഹോട്ട് എയർ ഓവൻ എന്നാണ് അത്. ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസേഷൻ ഓഫ് ഡ്രൈ ഹീറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഡ്രൈ ഹീറ്റിൽ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡും ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, ഇത് രണ്ടും പഠിച്ചാലാണ് ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കെമിക്കൽ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആസ് എ ഡ്രെയിൻ ക്ലീനർ ആയിട്ടുള്ളത്, അതും ഡിസിൻഫെക്ഷനിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഡിസിൻഫെക്ഷനിൽ നിന്ന് മാത്രമല്ല നമുക്ക് വേറെ മോഡ്യൂൾസിലും ഈ സെയിം സ്റ്റെറിലൈസേഷൻ, ഡ്രെയിൻ ക്ലീനർ, ഇതൊക്കെ ഇങ്ങനത്തെ പോർഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു മോഡ്യൂൾ മിക്സപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഫാദർ ഓഫ് മൈക്രോബയോളജി, ഇത് ഇങ്ങനെ ഒരു ഫാദർ ഒന്നുകിൽ ബാക്ടീരിയോളജിയുടെ ആയിരിക്കും, മൈക്രോബയോളജിയുടെ ആയിരിക്കും. ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഫാദർ ഓഫ് മൈക്രോബയോളജി റോബർട്ട് കോച്ച് ആണ്. പിന്നീട് ഒരു എക്സാമിന് വേറൊരു സെറ്റിൽ ചോദിച്ചാണ് മാഗ്നിഫിക്കേഷൻ ഓഫ് ഹൈ പവർ ഒബ്ജക്റ്റീവ് ഈസ്. അപ്പൊ ഇതൊക്കെ മൈക്രോസ്കോപ്പിന്റെ പോർഷനിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. മൈക്രോസ്കോപ്പിന്റെ റിസൊല്യൂഷൻ പവർ, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മാഗ്നിഫിക്കേഷൻ എന്നീ കാര്യങ്ങളൊക്കെ. 2006 വന്നപ്പോൾ മൈക്രോസ്കോപ്പിന്റെ പാർട്സ് എന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സ്റ്റെറിലൈസേഷൻ കണ്ടീഷൻ, സ്റ്റെറിലൈസേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു. അതിന്റെ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ് ആ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. വീണ്ടും മൈക്രോസ്കോപ്പ് എന്നൊരു ക്വസ്റ്റ്യൻ, സ്പെഷ്യൽ മൈക്രോസ്കോപ്പ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു വ്യൂ ലെപ്റ്റോസ്പൈറൈൻ ബ്ലഡ് സാമ്പിൾസ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതാണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. ഈ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് 2016. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ട്യൂബ് ലെങ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പാർട്സ് എന്ന് പറയുന്ന പോർഷന് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആയാലും നിങ്ങൾ ഈ പഠിക്കുന്ന എല്ലാ മൈക്രോസ്കോപ്പിന്റെ പാർട്സ്, അതേപോലെ തന്നെ വേരിയസ് റെസൊല്യൂഷൻ പവേഴ്സ്, ഇതെല്ലാം ഉറപ്പായിട്ട് നിങ്ങൾ മിസ് ചെയ്യാതെ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് വീണ്ടും മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ പാർട്ടിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ടിൻഡലൈസേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് എന്ന് ചോദിച്ചിട്ട് അതൊരു മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ്. അപ്പൊ സ്റ്റെറിലൈസേഷൻ മെത്തേഡിൽ നിന്നാണ് വീണ്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. എക്യുപ്മെന്റ് യൂസ്ഡ് ഫോർ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 2008 വന്നപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. അഗെയിൻ അവിടെ സ്റ്റെറിലൈസേഷൻ പാർട്ടിൽ നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആൻസർ ഈസ് ഹോട്ട് എയർ ഓവൻ ആണ്. 2022 വന്നപ്പോൾ ഏത് സോഴ്സ് ആണ് റെസൊല്യൂഷൻ പവർ മാക്സിമം തരുന്നത് മൈക്രോസ്കോപ്പിൽ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കുറച്ച് ഡീവിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. യു വി ലൈറ്റ് ആണ് നമ്മൾ ജനറൽ ആയിട്ട് ലൈറ്റ് സോഴ്സ് ആയിട്ട് മാക്സിമം റെസൊല്യൂഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്.
നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഈ ഒരു പോർഷൻ എല്ലാം നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ പോർഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫിക്സേറ്റീവ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ചോദിച്ചിട്ടുണ്ട്, ഗ്ലൂട്ടറാൽഡിഹൈഡ് ആണ്. അപ്പോൾ ഫിക്സേറ്റീവ്സും ഈ മൈക്രോസ്കോപ്പിന്റെ പോർഷനിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പഠിക്കേണ്ട കാര്യങ്ങളാണ് സിലബസിൽ. 2024 വന്നപ്പോ ജനറൽ മൈക്രോബയോളജി ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ജേം തിയറി ഓഫ് ഡിസീസ്, അതായത് നമ്മൾ ഇൻട്രൊഡക്ഷൻ ഓഫ് മൈക്രോബയോളജിയിൽ പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. തുടക്കത്തിൽ നമ്മൾ സ്പോണ്ടേനിയസ് തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് തിയറീസ് പഠിക്കുന്നുണ്ട്. മൈക്രോ ഓർഗാനിസം ഫസ്റ്റ് ലൂയിസ് പാസ്റ്ററിന്റെ ആ പോർഷനിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജേം തിയറി ഓഫ് ഡിസീസ് വാസ് പോസ്റ്റുലേറ്റഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഹിസ്റ്ററി പോർഷൻ. ആൻസർ ഈസ് ലൂയിസ് പാസ്റ്റർ ആണ്. മോസ്റ്റ് പ്രോബബ്ലി ഇങ്ങനെ ഹിസ്റ്ററി ഏറ്റവും ഹിസ്റ്ററി ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ നോർമലി ഫാദർ അല്ല എങ്കിൽ അതിന്റെ ആൻസേഴ്സ് ഒക്കെ ലൂയിസ് പാസ്റ്റർ ആണ്. മിക്കവാറും ഉള്ള മൈക്രോബയോളജിക്കൽ ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത് ലൂയിസ് പാസ്റ്റർ ആണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഹ്യൂമൻ ഐയുടെ ഇത് ആക്ച്വലി നമ്മുടെ മൈക്രോസ്കോപ്പ് പോർഷനിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. 0.2 മില്ലിമീറ്റർ ആണ് ഹ്യൂമൻ ഐയുടെ അൺഎയ്ഡഡ് ആയിട്ടുള്ള റെസൊല്യൂഷൻ പവർ ആണ്. അഗെയിൻ മൈക്രോസ്കോപ്പിൽ നിന്ന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ലൈറ്റ് മൈക്രോസ്കോപ്പും ആയിട്ടുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ബിക്കോസ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് ഒരു സ്പെസിമെൻ പ്രിപ്പറേഷൻ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. അതെന്നാണ് 2024 വീണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. റിസൊല്യൂഷൻ പവർ ഓഫ് മൈക്രോസ്കോപ്പ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ എന്ന് പറഞ്ഞിട്ട് നാനോമീറ്റേഴ്സ് ആണ് അതിന്റെ ആൻസർ. അതും 2018 ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോ നമ്മൾ വീണ്ടും ആ സിലബസ് ഒന്ന് നോക്കുകയാണ്. അപ്പൊ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു 15 to 24 ഇത്രയും ഒരു കാലയളവിൽ നമ്മൾ നോക്കിയ ഒരു 9 years ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഈ ഒരു പോർഷൻസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഹിസ്റ്ററി ആൻഡ് സ്കോപ്പ് ഓഫ് മൈക്രോബയോളജി, സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ, അതേപോലെ തന്നെ മൈക്രോസ്കോപ്സ് എന്നുള്ള പോർഷൻസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോർഷൻസ് ആദ്യം പഠിക്കുക. അതിനുശേഷം മാത്രം പെൻഡിങ് ആയിട്ടുള്ള പോർഷൻസ് നിങ്ങൾ ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചിട്ട് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് മൊഡ്യൂൾ 2 ഈസ് ബാക്ടീരിയോളജി. നമ്മുടെ മൈക്രോബയോളജി പോർഷന്റെ മൊഡ്യൂൾ 2 ബാക്ടീരിയോളജിയിൽ നിന്നും ഏകദേശം 6 മാർക്സ് ആണ് സിലബസിൽ പറയുന്നത്. അപ്പൊ ഈ 6 മാർക്സും KPSC നല്ലതുപോലെ ഉപയോഗിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. കാരണം നമ്മൾ ഈ 5 മോഡ്യൂൾസിലും മൈക്രോബയോളജിയുടെ 5 മോഡ്യൂൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ബാക്ടീരിയോളജി എന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളത്. 2015 തൊട്ട് 2024 വരെയുള്ള ഏത് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ, ബാക്ടീരിയോളജി എന്നാണ് ഏറ്റവും കൂടുതൽ പ്രപ്പോർഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ മൈക്രോബയോളജി പോർഷൻ നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ ഒരു പോർഷൻ ആണ്. ബാക്ടീരിയോളജി ആണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഇതിൽ മോർഫോളജി ഓഫ് ബാക്ടീരിയ പറയുന്നുണ്ട്, അതേപോലെ കൾച്ചർ മീഡിയാസ് പറയുന്നുണ്ട്, സ്റ്റെയിനിങ് ടെക്നിക്സ്, സ്കീം ഓഫ് ഐഡന്റിഫിക്കേഷൻ ഓഫ് വേരിയസ് ബാക്ടീരിയ ആൻഡ് സ്റ്റഡി ഓഫ് മെഡിക്കലി ഇമ്പോർട്ടന്റ് ബാക്ടീരിയ ആൻഡ് ദെയർ റോൾ ഇൻ ഇൻഫെക്ഷൻ, ഇമ്പോർട്ടന്റ് ഡിസീസസ്, ലാബ് ഡയഗ്നോസിസ് ഓഫ് ഡിഫറെന്റ് ബാക്ടീരിയ, ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് സസെപ്റ്റിബിലിറ്റി ടെസ്റ്റിംഗ്, ആന്റി മൈക്രോബിയൽ സസെപ്റ്റിബിലിറ്റി ടെസ്റ്റിംഗ് എന്നൊരു പോർഷൻ ഇന്ന് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അതേപോലെ ട്രാൻസ്പോർട്ട് മീഡിയ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോർഷൻ ആണ് ബയോകെമിക്കൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് സെറോളജിക്കൽ ഐഡന്റിഫിക്കേഷൻ ആൻഡ് വേരിയസ് സെറോളജിക്കൽ ടെസ്റ്റ് ആൻഡ് റാപ്പിഡ് ടെക്നിക്സ് ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ഇത്രയും പോർഷൻസ് എന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ബാക്ടീരിയോളജി പോർഷൻസ് എന്ന് വരുന്നത്. ഈ സ്റ്റെറിലൈസേഷൻ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് കൾച്ചർ മീഡിയ സ്റ്റെറിലൈസേഷൻ ആണ്. അപ്പോൾ സ്റ്റെറിലൈസേഷൻ നമ്മൾ അല്ലാതെ പറയുന്നത് ജനറൽ മൈക്രോബയോളജിയിലാണ്. ഇവിടെ സ്റ്റെറിലൈസേഷൻ ഓഫ് കൾച്ചർ മീഡിയ പ്രിപ്പറേഷന്റെ സമയത്തുള്ള സ്റ്റെറിലൈസേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നമ്മൾ മാറിപ്പോകരുത്. അപ്പൊ ഈ ബാക്ടീരിയോളജിയുടെ ക്വസ്റ്റ്യൻ നമ്മൾ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നും ഹിസ്റ്ററി പോർഷൻസ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്, ഫാദർ ഓഫ് ബാക്ടീരിയോളജി. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ ഒരിടത്തും ഹിസ്റ്ററി പറഞ്ഞിട്ടില്ല. ഓക്കെ, പക്ഷെ ക്വസ്റ്റ്യനിൽ വന്നപ്പോ ഫാദർ ഓഫ് ബാക്ടീരിയോളജി ഉണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയോളജി നമ്മൾ പഠിക്കുമ്പോൾ ഈ ബേസിക് പോർഷൻസ് അവർ വെറുതെ മോർഫോളജി ഓഫ് ബാക്ടീരിയ എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ മോർഫോളജിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ, ഹിസ്റ്ററി ഓഫ് ബാക്ടീരിയോളജി, ഈ ബാക്ടീരിയയുടെ ബേസിക് എല്ലാ പാർട്ടൊന്നും അരിച്ചു പറക്കി പഠിച്ചാലാണ് ഈ മോർഫോളജി കംപ്ലീറ്റ് ആവുക. ഓക്കെ, അപ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷൻസ് നിങ്ങൾ നല്ലതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക.
എന്നിട്ട് ശേഷം മാത്രമാണ് നിങ്ങൾ ബാക്കിയുള്ള പോർഷൻസ് നോക്കേണ്ട ആവശ്യം. ഓക്കെ, അപ്പോ സെറ്റ് 1 നോക്കുകയാണെങ്കിൽ 2015 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫാദർ ഓഫ് ബാക്ടീരിയോളജി ചോദിച്ചിട്ടുണ്ടായിരുന്നു. വൈഡൽ ടെസ്റ്റ് ഇത് വരുന്നത് നമ്മുടെ ഇത് ഡയഗ്നോസിസ് ഓഫ് ടൈഫോയിഡ്, അതായത് ഇത് ബയോകെമിക്കൽ ടെസ്റ്റിൽ നമ്മൾ ഈ പറഞ്ഞ ബയോകെമിക്കൽ ഐഡന്റിഫിക്കേഷൻ ബയോകെമിക്കൽ ടെസ്റ്റിൽ വരുന്നതാണ്. അതേപോലെ തന്നെ സെറോളജിക്കൽ ടെസ്റ്റ്, ആന്റിബയോട്ടിക് സസെപ്റ്റിബിലിറ്റി, ഈ ടെസ്റ്റുകളിൽ നിന്നാണ് ഈ ഒരു വൈഡൽ ടെസ്റ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ 3 തരത്തിലുള്ള ടെസ്റ്റുകളും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓരോ ബാക്ടീരിയയുടെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റുകളാണ് അത്. റിയേജന്റ് യൂസ്ഡ് ഫോർ സിക്ലിംഗ് ടെസ്റ്റ്, എഗെയിൻ ഒരു ടെസ്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സെലക്ടീവ് മീഡിയ യൂസ്ഡ് ഫോർ ട്യൂബർക്കിൾ ബാസിലി, അതായത് ഈ ഒരു ബാക്ടീരിയനെ കൾച്ചർ ചെയ്യുന്ന മീഡിയ ഏതാണ്, അത് കൾച്ചർ മീഡിയ പാർട്ടിൽ നിന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ടെസ്റ്റ് യൂസ്ഡ് ഇൻ ബ്ലഡ് ബാങ്ക് ടു ഡിറ്റക്ട് സെൻസിറ്റൈസിങ് ആന്റിബോഡീസ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആന്റിബോഡീസിന്റെ പാർട്ടിൽ നിന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ ആന്റിബോഡീസ് വെച്ച് സെറോ ടൈപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ആന്റിബോഡീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് പക്ക നമുക്ക് ബാക്ടീരിയോളജിയിൽ നിന്ന് വന്നതാണ് എന്ന് പറയാനും പറ്റില്ല. ഓക്കെ, അതർ പോർഷൻസ് നമ്മൾ ഈ ആന്റിബോഡീസ് റിലേറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്. ബാക്ടീരിയ അപ്പിയേഴ്സ് ഇൻ ചൈനീസ് ലെറ്റർ പാറ്റേൺ അറേഞ്ച്മെന്റ്, ഇത് ഏകദേശം അടുപ്പിച്ചൊരു 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇത് വന്നിരിക്കുന്നത് മോർഫോളജി ഓഫ് ബാക്ടീരിയ എന്നാണ്. അപ്പോൾ ഈ ഒരു പോർഷൻസിൽ നമ്മൾ ഈ ഇൻ ഡെപ്തിൽ പഠിക്കേണ്ട മോർഫോളജി നമ്മൾ എടുക്കുകയാണെങ്കിൽ മോർഫോളജിയിൽ തന്നെ നമ്മൾ മെഡിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്ടീരിയ, ഈ കൊറിനി ബാക്ടീരിയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിഫ്തീരിയ കോസ് ചെയ്യുന്ന ബാക്ടീരിയ ആണ്. അപ്പൊ മെഡിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്ടീരിയനെ നിങ്ങൾ എടുത്തു വെച്ചിട്ട് അതിന്റെ ഓരോന്നിന്റെ മോർഫോളജി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് അത്യാവശ്യമാണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു സിലബസ് കവർ ചെയ്യുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് മാക്സിമം സ്കോർ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പോർഷൻസിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ നിങ്ങൾ നല്ലവണ്ണം പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ ഈ ഒരു പോർഷൻ നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് മോർഫോളജിയിൽ നിന്നാണ്. പക്ഷെ നമ്മൾ സിംപിളി ഒരു മോർഫോളജി മാത്രം പഠിച്ചതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നല്ലപോലെ ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്ത് സിലബസ് കവർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ന്യൂക്ലിയർ സ്റ്റെയിനിങ്, PAP സ്റ്റെയിനിങ്. ഇത് സ്റ്റെയിനിങ് പോർഷനിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. വൈറസിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കയറി വന്നിട്ടുണ്ട്. സയന്റിസ്റ്റ് ഡിസ്കവർഡ് വൈറസ്, നമ്മൾ വൈറോളജിയിൽ പോകുമ്പോൾ നമ്മൾ അവിടെ പറയും. പവർ ഹൗസ് ഓഫ് എ സെൽ മൈറ്റോകോൺട്രിയ, പഫ് ബോൾ ഷേപ്ഡ് ഓസാസോൺസ് ക്രിസ്റ്റൽസ് ആർ ഫോംഡ് ബൈ ലാക്ടോസ്. ഇതൊക്കെ നമ്മൾ ബാക്ടീരിയോളജിയിൽ ടെസ്റ്റ് പോർഷൻസിൽ വരുന്നതാണ്. ബാക്ടീരിയ നോൺ ആസ് ഹാൻസൻസ് ബാസിലസ്, മൈക്കോബാക്ടീരിയ ലെപ്ത്രെ. ഓക്കെ, ബാക്ടീരിയ നോൺ ആസ് ഹാൻസൻസ് ബാസിലസ്. അപ്പൊ മെഡിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്ടീരിയയിൽ നിന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ദ ഇൻസ്ട്രുമെന്റ് ബേസ്ഡ് ഓൺ ബിയർ ലാംബർട്ട്സ് ലോ, ഫോട്ടോ ഇലക്ട്രിക് കലോറിമീറ്റർ, ഇതൊക്കെ ബാക്ടീരിയോളജി പോർഷൻസ് നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഡാർട്ടിംഗ് മോട്ടിലിറ്റി ഈസ് ഷോൺ ബൈ, അഗെയിൻ മോർഫോളജി പോർഷൻസ് നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ട്രാൻസ്പോർട്ട് മീഡിയത്തിന് എക്സാമ്പിൾ എന്താണ്? കൾച്ചർ മീഡിയയിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഗ്രാം പോസിറ്റീവ് ബാസിലി ഇതേതാണ് എന്നുള്ളത്, അത് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയയിലും സ്റ്റെയിനിങ്ങിനും അത് രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയ ഈ പറയുന്നതിൽ ഏതാണ് എന്നാണ്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാസിലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. അതിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. സ്റ്റെയിനിങ്, ഡിഫറെന്റ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്റ്റെയിനിങ് ടെക്നിക്ക് പറയുന്നുണ്ട്. നെഗറ്റീവ് സ്റ്റെയിനിങ്, സിമ്പിൾ സ്റ്റെയിനിങ്, ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റെയിനിങ് ഉണ്ട്. കൂടാതെ ഓരോ ബാക്ടീരിയയ്ക്കും വേണ്ടിയിട്ട് ഓരോ ബാക്ടീരിയയുടെ മോർഫോളജി അനുസരിച്ച് പാർട്ട് അനുസരിച്ച് അതിന്റെ സ്റ്റെയിനിങ് പറയുന്നുണ്ട്. അതിലൊന്നാണ് ഹിസ് സ്റ്റെയിനിങ്, വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് ബാക്ടീരിയൽ ക്യാപ്സ്യൂൾ. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ വേരിയസ് ബാക്ടീരിയൽ ഡിസീസിന്റെ ബയോകെമിക്കൽ ടെസ്റ്റ് എന്നാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. മാൻഡോക്സ് ടെസ്റ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ട്യൂബർക്യുലോസിസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് മാൻഡോക്സ് ടെസ്റ്റ്. നെക്സ്റ്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ
അല്ലെങ്കിൽ നമ്മൾ ഏതൊരു മൈക്രോ ഓർഗാനിസം ആയിക്കോട്ടെ അതിന്റെ ഇൻഫെക്ഷൻ ആൻഡ് മോഡ് ഓഫ് ട്രാൻസ്മിഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻഫെക്ഷൻസ് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം ആനിമൽസ് ടു ഹ്യൂമൻ ഈസ് സൂനോട്ടിക് ഡിസീസ് എന്നാണ് പറയുന്നത്. ഇതൊരു നമ്മളൊരു ജനറൽ വായന റീഡിംഗ് കൂടെ നമുക്ക് അത്യാവശ്യമാണ്. നമ്മൾ ജസ്റ്റ് ഒരു സിലബസ് കവറേജിനപ്പുറം നമ്മൾ ഓരോ പോർഷൻസ് വായിക്കുമ്പോഴും അവിടുന്ന് ഒരു ജനറൽ റീഡിംഗ് കൂടെ നമുക്ക് അത്യാവശ്യമാണ്. ഇങ്ങനെ ഒരു പോർഷൻസ് ബേസിക് പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് മേ ബി നമ്മൾ പഠിക്കുന്ന ഒരു പോർഷനിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ സൂനോട്ടിക് ഡിസീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സൂനോട്ടിക്കിന്റെ തന്നെ പല ഡിവിഷൻസ് ഉണ്ട്. നമ്മൾ ബാക്ടീരിയ പോർഷൻസ് പഠിക്കുമ്പോൾ ഏതൊക്കെയാണ് സൂനോട്ടിക്, ആന്ത്രാക്സ് ഒക്കെ സൂനോട്ടിക് ആയിട്ടുള്ള ഡിസീസാണ്. അങ്ങനെയുള്ള ഡിസീസ് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. നെക്സ്റ്റ് സെറ്റിലെ ക്വസ്റ്റ്യൻ ആണ് ട്രിപ്പോണിമ പല്ലിഡം സിഫിലിസ് കോസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയൽ ലൈക്ക് ഓർഗാനിസം ആണ്. ക്യാമ്പ് ടെസ്റ്റ് അഗെയിൻ ബയോകെമിക്കൽ ടെസ്റ്റ് ആണ്. ബിയേഴ്സ് ലാംബർട്ട് ലോ നമുക്ക് വീണ്ടും വന്നിട്ടുണ്ട്. ഇത് മൈക്രോബയോളജി പേഴ്സൺസിന്റെ അതർ മോഡ്യൂൾസിലും ഈ ഒരു ലോ നമ്മൾ പഠിക്കുന്നുണ്ട്. മുള്ളേഴ്സ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് ബാക്ടീരിയൽ ക്യാപ്സുൾ. ഓരോ പാർട്സ് ഓഫ് ദ ബാക്ടീരിയ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയൽ വരുന്നതാണ്. അണ്ടർ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് അനുസരിച്ച് ബാക്ടീരിയനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ പറയുന്നതാണ് മീസോഫിലിക്, സൈക്രോഫിലിക്, തെർമോഫിലിക് എന്നൊക്കെ. അതിൽ മീസോഫിലിക് ബാക്ടീരിയ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പാത്തോജനിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അങ്ങനെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സെലക്ടീവ് മീഡിയം യൂസ്ഡ് ഫോർ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് LJ മീഡിയം ആണ്. കൾച്ചർ മീഡിയ എന്നാണ് അഗെയിൻ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. വീണ്ടും ഡിസീസസ് പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സ്റ്റെറിലൈസേഷൻ എന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേപോലെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ മോർഫോളജി ഓഫ് ബാക്ടീരിയ പഠിക്കുമ്പോൾ ബാക്ടീരിയ ഈസ് ജനറലി ഒരു പ്രോകാരിയോട്ടിക് സെല്ലാണ് നമുക്കറിയാം. അപ്പൊ അതിൽ ഓർഗനൽ നമ്മുടെ യൂക്യാരിയോട്ട് ആൻഡ് പ്രോകാരിയോട്ടിന്റെ ഡിഫറൻസ് എന്നാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അഗെയിൻ സ്റ്റെയിനിങ്ങിന്റെ പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ബ്ലാക്ക് വാട്ടർ ഫീവർ ഡിസീസ് എന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ എന്നാണ്. നോൺ മോട്ടൈൽ ആൻഡ് മോട്ടൈൽ ബാക്ടീരിയ എന്ന അഗെയിൻ ഒരു ക്വസ്റ്റ്യൻ. ക്ലെപ്സിയല്ല ആണ് അതിന്റെ ആൻസർ. സെറ്റ് 3 നോക്കുകയാണെങ്കിൽ സ്റ്റെയിനിങ്ങിൽ നിന്നാണ് വീണ്ടും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ കൾച്ചർ മീഡിയയിൽ പറയുന്നതാണ്, ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് അഗാറിന്റെ ഇൻകോർപ്പറേഷൻ പെർസെന്റേജ് ചോദിച്ചിട്ട് ഒരു ഇയറിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അനേറോബിക് മീഡിയത്തിന് എക്സാമ്പിൾ ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേപോലെ ഗ്രാം സ്റ്റെയിനിങ്ങിന്റെ ഭാഗത്ത് നിന്ന്, ഗ്രാം സ്റ്റെയിനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകിൽ ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ് ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രാം സ്റ്റെയിനിങ്ങിന്റെ ഏതെങ്കിലും പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ അതിന്റെ മോഡിഫിക്കേഷൻ പാർട്ട് നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി നമ്മൾ കൾച്ചർ മീഡിയ ചെയ്യുന്ന സമയത്ത് ബാക്ടീരിയൽ കോളനീസ് ആ ഒരു പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. റേസ്ഡ് ഓർ ബൾജിങ് സെന്റർ ഉള്ള കോളനീസിന്റെ പേര് എന്താണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതൊക്കെ 2016 ക്വസ്റ്റ്യൻ ആണ്. മീഥൈൽ റെഡ് ടെസ്റ്റ് അഗെയിൻ ഒരു ബയോകെമിക്കൽ ടെസ്റ്റ് പാർട്ട് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അഗാർ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദ ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റിംഗ്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഗാർ, ഏതൊക്കെ അഗാറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതൊക്കെ ഏതൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള അഗാർ എന്നുള്ള ഒരു പോർഷൻ നിങ്ങൾ എടുത്ത് പഠിക്കേണ്ടതാണ്. സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിലും അഗാറിനെ കുറിച്ചിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊരു പഠനം നിങ്ങൾ നടത്തണം. ബിക്കോസ് അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഏത് രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അഗാർ. നെക്സ്റ്റ് മോർഫോളജി പോർഷൻസ് എന്നാണ്. കോക്കി അറേഞ്ച്ഡ് ഇൻ പാക്കറ്റ്സ് എന്ന മോർഫോളജി ഇൻട്രൊഡക്ഷൻ പാർട്ട് വളരെ ഇമ്പോർട്ടന്റ് എന്ന് ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. സെൽ വോളിന്റെ പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ. ഫിംബ്രി പൈലി വേരിയസ് മോർഫോളജിക്കൽ പോർഷൻസ് നമ്മൾ പറയുമ്പോൾ പറയുന്നതാണ്. മെറ്റാക്രോമാറ്റിക് ഗ്രാന്യൂൾസ് ആർ സ്റ്റെയിൻഡ് യൂസിങ് പോണ്ടർ സ്റ്റെയിനിങ്. കൊറിനെ ബാക്ടീരിയം ഡിഫ്തേരിയയിൽ യൂസ് ചെയ്യുന്ന സെലക്ടീവ് മീഡിയം ഏതാണ്? 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ASO ടെസ്റ്റ് is used for the detection of various bacteria biochemical and other test for bacterial identification. ആ പാർട്ടിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ. സാറ്റലൈറ്റ് ടെസ്റ്റ് ഫോർ ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ 2018 ചോദിച്ചതാണ്. ട്യൂബർക്കിൽ ബാസിലെ ഈസ് ഐഡന്റിഫൈഡ് ബൈ ഹും? റോബർട്ട് കോച്ച് ആണ് ഇതിന്റെ ആൻസർ. അപ്പോ ഓരോ ബാക്ടീരിയ, മെഡിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്ടീരിയയുടെ ഐഡന്റിഫിക്കേഷൻ, കൾച്ചർ, അവിടെ വരുന്ന സയന്റിസ്റ്റ്, അസോസിയേറ്റഡ് ആയിട്ടുള്ള സയന്റിസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് എന്തൊക്കെ പോർഷൻസ് ആണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്പെടും. 2023 വരുമ്പോൾ അവിടെ അഗെയിൻ സ്റ്റെറിലൈസേഷൻ പോർഷനിൽ നിന്ന്, അത് നമ്മൾ ജനറൽ മൈക്രോബയോളജിയിൽ പറയുന്നതാണ്. സ്റ്റെറിലൈസേഷനിൽ നിന്നാണ് അഗെയിൻ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. വൈഡൽ ടെസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. എൻഡറിക് ഫീവർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്.
അഗെയിൻ മെറ്റാക്രോമാറ്റിക് ഗ്രാന്യൂൾസ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കൊറീനിയ ബാക്ടീരിയം ഡിഫ്തേരി എന്ന് പറഞ്ഞ ആ ഒരു ബാക്ടീരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കണം. ഒന്നുകിൽ ആ ബാക്ടീരിയയുടെ മോർഫോളജി, അല്ലെങ്കിൽ ആ ബാക്ടീരിയ സ്റ്റെയിൻ ചെയ്യുന്നതോ അതിന്റെ ബയോകെമിക്കൽ ഐഡന്റിഫിക്കേഷനോ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കണം. ഓക്കെ, LJ മീഡിയത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വീണ്ടും വന്നിട്ടുണ്ട്. LJ മീഡിയം സ്റ്റെറിലൈസേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ LJ മീഡിയവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൾച്ചർ മീഡിയമാണ്. ട്രാൻസ്പോർട്ട് മീഡിയത്തിൽ നിന്നാണ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഡിസീസസ്, ഓരോ ഡിസീസസിന്റെ ഐഡന്റിഫിക്കേഷൻ, മെത്തേഡ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് പ്രോട്ടീൻ, ഇങ്ങനെ പോർഷൻസ്. ട്യൂബർകുലോസിസ്, മെനിഞ്ചിറ്റിസ് പോർഷൻ ട്യൂബർകുലോസിസ് എന്നുള്ള ഡിസീസിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഷിഫ്റ്റ്സ് റിയേജന്റ്, അതിന്റെ കളർ, ഓരോ റിയേജൻസ് നമ്മൾ യൂസ് ചെയ്യും. ആ റിയേജൻസിന്റെ ഒക്കെ ഷിഫ്റ്റ്സ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള റിയേജന്റ് ആണ്. അത് കളേർഡ് ആണോ കളർലെസ് ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിബ്രിയോ കോളറ ഒരു ഫേമസ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്, മെഡിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ബാക്ടീരിയ ആണ്. കോളറ കോസിംഗ് ബാക്ടീരിയ ആണ്. അപ്പോൾ അതിന്റെ ടെസ്റ്റ്, ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് സ്ട്രിംഗ് ടെസ്റ്റ് ആണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ക്ലോസ്ട്രിഡിയം പെർഫിൻജൻസ് ഐഡന്റിഫിക്കേഷൻ. കോക്കെ അഗെയിൻ മോർഫോളജി പോർഷൻസ് എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ ബാക്ടീരിയോളജി പോർഷൻ ആണ് കുറച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാക്സിമം ക്വസ്റ്റ്യൻസ് കവറേജ് വന്നിരിക്കുന്നത് നമുക്ക് ബാക്ടീരിയോളജി പോർഷൻസ് എന്നാണ്. ഓക്കെ, അപ്പം ബാക്ടീരിയോളജി പോർഷൻസിൽ നിങ്ങൾ ഒരിക്കലും വിട്ടുപോകാതെ പഠിച്ചിരിക്കുക. അതിൽ ഓരോ സിലബസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിരിക്കുന്ന പോർഷൻസ്. യൂറിയസ് ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ളത് ഏത് ബാക്ടീരിയ ആണ് എന്നാണ്. ഈക്കോളയാണ് അതിന്റെ ആൻസർ. കാസോണീസ് ടെസ്റ്റ് is related to Echinococcus granulosus, again ബാക്ടീരിയോളജി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അനേറോബിക് മീഡിയം ഏതാണ്? അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എയറോബിക് ആൻഡ് അനേറോബിക് മീഡിയം, കൾച്ചർ മീഡിയം, ബാക്ടീരിയൽ കൾച്ചർ, അതിൽ വരുന്നതാണ് ഈ എയറോബിക് ആൻഡ് അനേറോബിക് മീഡിയം എന്നുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് മൾട്ടിപ്പിൾ റിംഗ് ഫോംസ്, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. ഇത് നമ്മുടെ ബാക്ടീരിയയുടെ, മൈക്രോ ഓർഗാനിസത്തിന്റെ ടെസ്റ്റ്, ബയോകെമിക്കൽ ടെസ്റ്റിന്റെ സമയത്ത് നമ്മൾ ഓരോ ഇൻഡിക്കേഷൻ, ഇൻഡോൾ റെഡ് റിംഗ് ടെസ്റ്റ് ഒക്കെ നമ്മൾ ഈക്കോളെ ചെയ്യുന്നത് പോലെ മൾട്ടിപ്പിൾ റിംഗ് ഫോർമേഷൻ NP ഫാൽസിപ്പാരം. അപ്പോൾ ഇങ്ങനെ ഉള്ള ഓരോ ടെസ്റ്റുകൾ, അതിന്റെ പോസിറ്റീവ് എന്താണ്, അതിന്റെ നെഗറ്റീവ് എന്താണ്, പോസിറ്റീവ് തരുന്ന ഏതൊക്കെ മൈക്രോ ഓർഗാനിസം ആണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എൻലിസ്റ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെയിൻ ആസിഡ് ഫാസ്റ്റ് ബാസിലി ആൻഡ് നോ. ഇതൊക്കെ ഏതാണ്? നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയയിൽ വരുന്നതാണ്. ആസിഡ് ഫാസ്റ്റ്, നോൺ ആസിഡ് ഫാസ്റ്റ്, സ്റ്റെയിനിങ്ങിന്റെ പോർഷൻസ് എന്ന് വരുന്നതാണ് ഈ ക്വസ്റ്റ്യൻ ഒക്കെ. അണ്ടർ ഓയിൽ ഇമേഴ്ഷൻ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഹൗ ഡു ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം അപ്പിയർ. ഓക്കെ, അപ്പൊ മൈക്രോസ്കോപ്പിൽ ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം എങ്ങനെയാണ്? അപ്പൊ അഗെയിൻ ഗ്രാം നെഗറ്റീവ് ആൻഡ് ഗ്രാം പോസിറ്റീവ് പോർഷൻ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അഗെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ, ലാക്ടോസ് ഫെർമെന്റേഷൻ ആൻഡ് നോൺ ലാക്ടോസ് ഫെർമെന്റേഴ്സ്, അവിടെ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. മാങ്കോങ്കി അഗാർ, നമ്മുടെ വേരിയസ് ടൈപ്സ് ഓഫ് അഗാറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് അഗെയിൻ നമ്മുടെ ക്യൂണിഫോം അറേഞ്ച്മെന്റ്, മോർഫോളജി ഓഫ് കൊറിനോ ബാക്ടീരിയ എന്നാണ് ക്വസ്റ്റ്യൻ. അഗെയിൻ അഗാർ എന്നൊരു അഗാറിന്റെ ന്യൂട്രിയൻ കോൺസെൻട്രേഷൻ സംബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആൽബർട്ട് സ്റ്റെയിനിങ് ഈസ് യൂസ്ഡ് ഫോർ കൊറിനോ ബാക്ടീരിയ. ഇത് നമ്മളെ കൊറിനോ ബാക്ടീരിയ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അല്ലെ. അപ്പോൾ ആ ഒരു പോർഷൻ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക. സ്യൂഡോമോണാസ് എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാക്ടീരിയ ഇൻഡിക്കേറ്റർ ഓഫ് അനേറോബിയാസിസ്. അപ്പൊ അനേറോബിയാസിന് ഒരു ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ഓർഗാനിസം ആണ് സ്യൂഡോമോണാസ്. ഓക്കെ, അപ്പൊ ഓരോ ബാക്ടീരിയ, മെഡിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്ടീരിയയുടെ ഓരോ പോർഷൻസിനാണ് റിപ്പീറ്റഡ് ആയിട്ട് ബാക്ടീരിയോളജിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, സ്റ്റാഫിലോകോക്കസ് ഓറിയസ്, ഡ്രഗ് ചോയ്സ് ഓഫ് മെഡിസിലിൻ റെസിസ്റ്റൻസ്, ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് പോർഷൻസ് എന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ആന്റിബയോട്ടിക്കിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഏതൊക്കെ ആന്റിബയോട്ടിക്, ഏതൊക്കെ ബാക്ടീരിയാസിന് റെസിസ്റ്റന്റ് ആണ്, സെൻസിറ്റീവ് ആണ് എന്നുള്ള പോർഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ട്രാൻസ്പോർട്ട് മീഡിയ, വിബ്രിയോ കോളറയ്ക്ക് യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് മീഡിയ, ഇതിൽ എല്ലാ മീഡിയാസും കാരി ബ്ലെയർ, ഓട്ടോക്ലേവ്ഡ് സീ വാട്ടർ, VR മീഡിയ, ഇതെല്ലാം നമ്മൾ വിബ്രിയോ കോളറയുടെ ട്രാൻസ്പോർട്ട് മീഡിയ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ട് ഒരു പോർഷൻ ഉണ്ട്. ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. അവിടെ നിന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയുടെ ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റിയെ പറ്റിയിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ടർബിഡിറ്റി ഓഫ് ഇനോക്കുലം ഫോർ AST ഈസ് സെറ്റ് അറ്റ്. ഓരോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റിന്റെ ടർബിഡിറ്റി സംബന്ധിച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ബയോകെമിക്കൽ ടെസ്റ്റ്, സെറോളജിക്കൽ ടെസ്റ്റുകൾ, ആ ടെസ്റ്റുകളെല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കാം. അഗെയിൻ ഈ ടെസ്റ്റ് പോർഷൻസ് നിന്നാണ്. മൈക്രോബിയൽ സസെപ്റ്റിബിലിറ്റി എന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, അത് നമ്മുടെ
ലാസ്റ്റ് പോർഷൻ, അതായത് സെറോളജിക്കൽ ആൻഡ് റാപ്പിഡ് ടെക്നിക്സിൽ നമ്മൾ ബാക്ടീരിയോളജി നോക്കിയാലും വൈറോളജി നോക്കിയാലും നമുക്ക് ഈ PCR വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അത് ഇൻവെന്റ് ചെയ്തത് ആരാണ്, ആ ഒരു പ്രോസസ് എങ്ങനെയാണ്, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈമിന്റെ പേര്, അതിന്റെ അതിനെ എങ്ങനെയാണ് ആ എൻസൈമിനെ നമ്മൾ കൊണ്ടുവന്നത്, ടെമ്പറേച്ചർ, വേരിയസ് സ്റ്റെപ്സ് ഓഫ് PCR, ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ലാബ് സേഫ്റ്റിയെ പറ്റിയിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ. ഇത് റെയർ ആയിട്ടാണ്, നമ്മുടെ ബാക്ടീരിയോളജി പോർഷൻസ് വളരെ റെയർ ആയിട്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് കാണുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ തന്നെ നിങ്ങൾ ലാസ്റ്റ് ഇമ്പോർട്ടന്റ് പോർഷൻസ് പഠിച്ചതിന് ശേഷം നിങ്ങൾ ലാസ്റ്റിൽ വായിച്ച് സ്കിപ്പ് ചെയ്യാതെ വായിച്ചു പോകേണ്ട പോർഷൻസ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മീഡിയ എന്നാണ് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ബാക്ടീരിയ ഫേസ് കോഡഡ് ടോക്സിൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നീട് വന്ന ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ സ്യൂഡോമോണാസ്, ഒരു മാച്ച് ദ ഫോളോയിങ് പോലെ ഒരു ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, ആ ഒരു പോർഷൻസ് ആണ് പിന്നീട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലാർ ബാക്ടീരിയ ഇതിൽ ഏതാണ് എക്സെപ്റ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ബാക്ടീരിയയുടെ മോർഫോളജി ആൻഡ് അതിന്റെ നേച്ചർ ഒബ്ലിഗേറ്റ് എനറോബ് ആണോ ഇൻട്രാസെല്ലുലാർ ബാക്ടീരിയ ആണോ എന്നുള്ള കാര്യം അത് നമ്മൾ മോർഫോളജി പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. വൈറോളജിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ്. ഓൾ ആർ നോൺ എൻവലപ്ഡ് DNA വൈറസ്. അപ്പോൾ അതിൽ നമ്മൾ DNA ആൻഡ് RNA വൈറസ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വൈറോളജിയുടെ പോർഷൻസ് പറയുമ്പോൾ നമ്മളത് പറയുന്നതാണ്. ഇത് പാരസൈറ്റോളജി പോർഷൻസ് ആണ്, ബാക്ടീരിയോളജിയുടെ പോർഷൻ അല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോട്ടോസോവ ഹാസ് 2 hosts ഇൻ ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. അപ്പൊ പാരസൈറ്റോളജി എന്ന് പറയുന്നതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ മോഡ്യൂൾ ആണ്. അപ്പൊ ആ മോഡ്യൂളിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഫംഗസ് നമ്മുടെ മൈക്കോളജി പോർഷൻസ് എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓൾ ആർ ഈസ്റ്റ് ഓർ ഈസ്റ്റ് ലൈക്ക് ഫംഗി എക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിസിൻഫെക്ഷൻ എന്ന് വീണ്ടും നമ്മുടെ ഇൻട്രൊഡക്ഷൻ ജനറൽ മൈക്രോബയോളജി പോർഷൻസ് ഡിസിൻഫെക്ഷൻ പോർഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. ഓക്കെ, നമ്മളിപ്പോ ബാക്ടീരിയോളജി ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ട്യൂബർക്കുലിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, നമ്മൾ ട്യൂബർക്കുലോസിന് വേണ്ടി ഐഡന്റിഫൈ ചെയ്യുന്ന പോസിറ്റീവ് ട്യൂബർക്കുലിൻ ടെസ്റ്റിനെ പറ്റിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ കുറച്ചുകൂടെ മോഡേൺ റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്താണ്. അവിടെയാണ് നമുക്ക് കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കുന്നത്. കൾച്ചർ പ്ലേറ്റ്സ് ഓഫ് ബാക്ടീരിയ ആർ പ്രീ ട്രീറ്റഡ് ബൈ ഓട്ടോക്ലേവിംഗ്. അഗെയിൻ നമ്മുടെ ബാക്ടീരിയോളജി പോർഷൻസ് നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഏജന്റ്സ് ദാറ്റ് കോസ് പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ഇൻഫെക്ഷൻസ് ആർ എക്സെപ്റ്റ്. ഇത് വീണ്ടും നമ്മുടെ പാരസൈറ്റോളജി പോർഷൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ പാരസൈറ്റോളജി നമുക്ക് വരാൻ പോകുന്ന മോഡ്യൂൾ ആണ്. ഓക്കെ, അപ്പൊ മോഡ്യൂൾ 3 പാരസൈറ്റോളജി നമുക്ക് നോക്കാം. പാരസൈറ്റോളജിയിൽ നമ്മൾ ഈ പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതും ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പോർഷൻസ്, ഇമ്പോർട്ടന്റ് ഡിസീസസ്, അവിടെ നിന്നാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഡിസീസ്. അതേപോലെ തന്നെ ഡയഗ്നോസിസ് ഓഫ് വേരിയസ് പാരസൈറ്റ്സ്, അവിടെ നിന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സ്റ്റൂൾ എക്സാമിനേഷൻ ഫോർ പാരാസൈറ്റിക് ഓവ, ലാർവ ആൻഡ് ദെയർ ഐഡന്റിഫിക്കേഷൻ, ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ്. സ്റ്റെയിനിങ് ടെക്നിക്സ്, ഇമ്പോർട്ടന്റ് ഡിസീസ്, ഇത് ഇവിടെ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് പാരാസൈറ്റോളജി എന്ന് വന്നിട്ടുള്ളത്. എക്സാമ്പിൾ ഓഫ് എ പ്രോട്ടോസോവൻ പാരാസൈറ്റ് എന്ന് പറഞ്ഞിട്ട് 2015 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അഗെയിൻ ട്രൈക്യൂറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരാസൈറ്റ്. അപ്പൊ അതൊരു വിപ്ലവം എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ള മോർഫോളജി പോർഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മോർഫോളജി പറയുന്നുണ്ട് അല്ലെ. മോർഫോളജി ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടോസോവ ഹെൽമിന്ത് ആൻഡ് കോമൺ ആൻഡ് അതർ ഇമ്പോർട്ടന്റ് ഡിസീസ് കോസ്ഡ് ബൈ ദം. അപ്പൊ ഇവിടെയാണ് മോർഫോളജി പോർഷൻസ് എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ബ്ലഡ് പാരസൈറ്റിന് എക്സാമ്പിൾ ഏതാണ്? റിട്രോ ഇൻഫെക്ഷൻ കൊടുക്കുന്ന ഒരു പാരസൈറ്റ്. അതേപോലെ തന്നെ സ്റ്റെയിനിങ് പോർഷൻ, ഗ്രാം സ്റ്റെയിനിങ്ങിൽ അയഡിൻ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അഗെയിൻ 2016 വരുമ്പോ നിമാറ്റോഡ്സ് ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ ഹോട്ട് ഗ്ലിസറിൻ ആൽക്കഹോൾ ആണ്. അഗെയിൻ പാരസൈറ്റിന്റെ എഗ്സിനെ സംബന്ധിച്ച ഒരു മോർഫോളജി, നെപ്പോളിയൻ ഹാറ്റ് ഷേപ്പ് ആയിട്ടുള്ള എഗ്, നമ്മൾ മോർഫോളജിയിൽ ഓരോന്നിന്റെയും എഗ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെഡിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരസൈറ്റ്സിന്റെ എഗ്സിന്റെ ഷേപ്സുകൾ പഠിച്ചു വെക്കുക, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അതേപോലെ ജപ്പാനീസ് ലാൻഡേൺ ഷേപ്ഡ് ആയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഓരോ ഷേപ്പ്, എഗ്സിന്റെ ഷേപ്പ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കാണുന്നുണ്ട്. വെക്ടേഴ്സ് ഫോർ വേരിയസ് ഡിസീസസ്, ബാബീസിയ സ്പീഷീസ്, ബാബീസിയ ഇസ് എ പാരസൈറ്റ് വിച്ച് ഇസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ടിക്സ് വെക്ടർ. അപ്പൊ ഓരോ പാരസൈറ്റ്സും എങ്ങനെയാണ് ഡിസീസ് കോസ് ചെയ്യുന്നത്, അതിന്റെ വെക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് മിസ് ചെയ്യാതെ പഠിച്ചു വെക്കുക. അപ്പം ബാക്ടീരിയോളജി കഴിഞ്ഞിട്ട് നിങ്ങൾ സെക്കൻഡ് നോക്കേണ്ട പോർഷൻസ് ഉറപ്പായിട്ടും ഈ പാരസൈറ്റോളജി തന്നെയാണ്. പാരസൈറ്റോളജി ആണ് നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പോർഷൻ.
സ്റ്റെയിനിങ് ടെക്നിക് ഫോർ ഹീമോപ്രോട്ടോസോമനീസ് ഗീംസ സ്റ്റെയിനിങ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബ്ലൂബോണിക് പ്ലാഗ്യൂ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. റാറ്റ് ഫ്ലീ ആണ് അതിന്റെ ആൻസർ. ആൻഡ് ഗിയാഡിയ ലാംബ്ലിയ എന്ന് പറയുന്ന ഒരു പാരസൈറ്റ് കോസ് ചെയ്യുന്ന ഡിസീസ് ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് 2016. അഗെയിൻ എഗ് വിച്ച് ജപ്പാനീസ് ലാൻഡൺ ഷേപ്പ്. ജപ്പാനീസ് ലാൻഡ് ഇവിടെ നമ്മൾ നെപ്പോളിയൻ ഹാറ്റ് ഷേപ്പ് പറഞ്ഞതുപോലെ ട്രൈക്യൂരിയ ഈസ് ഇറ്റ് ഹാസ് എ എഗ്സ് വിച്ച് ഈസ് ഷേപ്ഡ് ഇൻ എ ജപ്പാനീസ് ലാൻഡൺ ഷേപ്പ് മാനർ. അപ്പൊ ഈ എഗിന്റെ ഓരോ ഷേപ്പ്, ഓരോ പാരസൈറ്റിന്റെ ഓരോ ഷേപ്പ് ആയിട്ടാണ് എഗ്സ് വരുന്നത്. അപ്പൊ അതെല്ലാം നിങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കാം. 2023 അഗെയിൻ ഈ നമ്മുടെ പാരസൈറ്റോളജി എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ട്രൈക്കോമോണാസ് വാജൈനാലിസിനെ പറ്റിയിട്ട് സിസ്റ്റിംഗ് സ്റ്റേജ് ഇല്ലാത്ത ഒരു പാരസൈറ്റ് ഏതാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. അഗെയിൻ നമ്മൾ വരികയാണെങ്കിൽ ഇൻവേർട്ടഡ് ഫ്രൂട്ട് ട്രീ അപ്പിയറിംഗ് ഗ്രോത്ത് പാറ്റേൺ ഇൻ ഗെലാറ്റിൻ സ്റ്റാപ്പ് കൾച്ചർ ഈസ് റിലേറ്റഡ് ടു ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ബാസിലസ് ആന്ത്രാസിസ് ആണ്. ബാക്ടീരിയോളജി പോർഷൻസ് എന്നാണ് ക്വസ്റ്റ്യൻ. 2023 അഗെയിൻ നമ്മൾ പാരസൈറ്റോളജി എന്ന് വരുന്നതാണ്. എൻഡറോബിയസ് വെർമിക്കുലാരിസ്, അത് സെലോഫെയിൻ ടേപ്പ് ടെസ്റ്റ് ആണ് നമ്മൾ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അഗെയിൻ ഹൈഡാറ്റഡ് സിസ്റ്റ് കോസ് ചെയ്യുന്ന പാരസൈറ്റ് ഏതാണ്? എക്നോകോക്കസ് ഗ്രാനുലോസിസ് ആണ്. ഇതും പാരസൈറ്റോളജി എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അഗെയിൻ നമ്മൾ ബാക്ടീരിയോളജിയുടെ 2 ക്വസ്റ്റ്യൻസ് കയറി വന്നിട്ടുണ്ട്. സ്ട്രെപ്റ്റോബാസിലസ് മോണിലോഫോംസ് കോസസ്. ഓരോ ഫീവർ നമ്മൾ മെഡിക്കലി ഇമ്പോർട്ടന്റ് ബാക്ടീരിയാസ് പഠിക്കുമ്പോൾ അവിടെ ഡിസീസ് ആയിട്ട് പഠിക്കുന്നതാണിത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ പാരസൈറ്റോളജി പോർഷൻസ് എന്നാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ നിമാറ്റോഡ് വിത്ത് എ സ്മോൾ ഇൻറ്റസ്റ്റൈൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നിമാറ്റോഡ് വിത്ത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആസ് ഹാബിറ്റാറ്റ്. അപ്പോൾ ഇത് നമ്മൾ പാരസൈറ്റോളജിയുടെ പോർഷൻസിൽ അതിന്റെ ഹാബിറ്റാറ്റ് പഠിക്കുമ്പോൾ നമുക്കറിയാം ഓരോന്നും എവിടെയാണ് നമ്മുടെ ബോഡിയുടെ ഏത് പാർട്ടിലാണ് ഇൻഫെക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ എൻഡ്രോബിയസ് വെർമിക്കുലാരിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാരസൈറ്റ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ നമുക്ക് കാണാൻ പറ്റില്ല. അസ്കാരിസ്, ആംഗിലോസ്റ്റോമ, നെക്കേറ്റർ ഇതൊക്കെ നമുക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇൻഫെക്ട് ചെയ്യുന്ന പാരസൈറ്റ്സ് ആണ്. ഓക്കെ, ലാർവ ക്യൂരൻസ് ഈസ് കോസ്ഡ് ബൈ അഗെയിൻ പാരസൈറ്റോളജി പോർഷൻ. ഇനി നമ്മൾ കൾച്ചർ ചെയ്യുന്ന സമയത്ത് റൗണ്ട് ഫോം അൺഫെർട്ടിലൈസ്ഡ് എഗ് ഓഫ് റൗണ്ട് ഫോം ഡു നോട്ട് ഫ്ലോട്ട് ഇൻ സാച്ചുറേറ്റഡ് സാൾട്ട് ഫ്ലോട്ടേഷൻ ടെക്നിക് ഓഫ് സ്റ്റൂൾ എക്സാമിനേഷൻ പാർട്ടിൽ നിന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അഗെയിൻ സ്റ്റൂൾ പോർഷൻ ഡയറിയൽ സ്റ്റൂൾ വിത്ത് റൈസ് വാട്ടർ അപ്പിയറൻസ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദ ഡിസീസ്. ആൻസർ ഈസ് കോളറ. കോളറയിലാണ് നമ്മൾ ഇങ്ങനെ ഡയറിയൽ സ്റ്റൂൾ വിത്ത് റൈസ് വാട്ടർ അപ്പിയറൻസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, വിച്ച് ഈസ് കോസ്ഡ് ബൈ വിബ്രിയോ കോളറ. സ്റ്റൂൾ എക്സാമിനേഷൻ പോർഷൻ എന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ. റിംഗ് വേം ഓഫ് ദ ഫൂട്ട്. റിംഗ് വേം പാരസൈറ്റ് ആണ് അല്ലെ. അപ്പൊ ടീനിയ പീഡിസ് ആണ് അത് കോസ് ചെയ്യുന്നത്. ടോറുലോസിസ് ഇസ് കോസ്ഡ് ബൈ സി നിയോ ഫോർമെൻസ്. ഇതൊക്കെ പാരസൈറ്റോളജി പോർഷൻ ആണ്. അമീബിയാസിസ് ഇസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഫീക്കോ ഓറൽ ട്രാൻസ്മിഷൻ ആണ് അമീബിയാസിസിനുള്ളത്. അതേപോലെ പിൻവേം ഐഡന്റിഫിക്കേഷൻ അഗെയിൻ പാരസൈറ്റോളജി ആണ്. പ്ലാസ്മോഡിയം ഫാൽസിപാരം ഇൻഫെക്ഷന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിന് മോറേഴ്സ് ഡോട്ട് പോലെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള സിംറ്റം ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ബാക്ടീരിയോളജി നോക്കുകയാണെങ്കിൽ നമ്മൾ ബാക്ടീരിയോളജി പോർഷൻസിൽ നിന്ന് നമ്മൾ മോർഫോളജി ഓഫ് ബാക്ടീരിയ കണ്ടു. അതേപോലെ തന്നെ ഡിഫറെന്റ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് അല്ലെ. അപ്പൊ ഇതില് നമ്മൾ ഈ സെറോളജിക്കൽ ടെസ്റ്റ് സ്റ്റൂൾ എക്സാമിനേഷൻ നമുക്ക് ഈ പാരസൈറ്റോളജി ആൻഡ് ബാക്ടീരിയോളജിയുടെ സ്റ്റൂൾ എക്സാമിനേഷൻ വരും. അപ്പൊ അതിൽ ഓർക്കുക സ്റ്റൂൾ എക്സാമിനേഷൻ നമ്മൾ കൂടുതലും പോസിറ്റീവ് ആയിട്ട് വരുന്നത് പാരസൈറ്റോളജിയിലാണ്. അപ്പൊ ബാക്ടീരിയോളജി പോർഷൻസിൽ നിന്നും ടെസ്റ്റുകൾ പഠിക്കുമ്പോൾ നിങ്ങൾ അത് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്ത് പാരസൈറ്റോളജി ആ ഒരു പാരസൈറ്റ്സുമായിട്ട് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്തിരിക്കുന്ന രീതിയും കൂടെ ഒന്ന് പഠിച്ചു വെക്കാൻ മറന്നു പോകരുത്. അത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നെ ഓരോ ടെസ്റ്റിന്റെ ഓരോ ഓർഗാനിസത്തിന്റെയും തന്നെ എടുത്ത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ് മൈക്കോളജി പോർഷൻസിലേക്ക് വരുമ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പോർഷൻസ് ആണ്. കോമൺ കണ്ടാമിനന്റ് ഫംഗി ഇൻട്രൊഡക്ഷൻ പാർട്സ് എന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. മോർഫോളജി, കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഈ കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഫംഗസ് ഈ ഒരു മൈക്കോളജി പോർഷൻസ് എന്ന് വന്നിട്ടുള്ളത്. ഏകദേശം 6 മാർക്കാണ് മൈക്കോളജി പോർഷൻസ് ക്വസ്റ്റ്യൻസ് മാക്സിമം വന്നിട്ടുള്ളത്. അപ്പോൾ മൈക്രോസ്കോപ്പി, കൾച്ചർ മീഡിയ ആൻഡ് ടെക്നിക്സ് എന്നും ഫംഗിന്നും വളരെ റയർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ കോമൺ ഫംഗൽ ഡിസീസസ് അതേപോലെ തന്നെ കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫംഗി ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സ്പെഷ്യൽ സ്റ്റെയിൻ
യൂസ്ഡ് ഫോർ ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഫംഗസ് എന്ന് പറഞ്ഞിട്ട് പീരിയോഡിക് ആസിഡ് സ്റ്റെയിൻ ആണ്. അപ്പൊ ഫംഗസിനെ സ്റ്റെയിൻ ചെയ്യുന്നത് സ്പെഷ്യൽ സ്റ്റെയിൻ യൂസ് ചെയ്തിട്ടാണ്. ബാക്ടീരിയയുടെ സ്റ്റെയിൻ വെച്ചിട്ട് നമുക്ക് ഫംഗസിനെ കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് നിങ്ങൾ സ്റ്റെയിനിങ് ടെക്നിക് ഓഫ് ഫംഗസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. അതേപോലെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയസ് ടെക്നോളജീസ്, ട്രെയിനിങ്ങിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് നമ്മൾ പഠിച്ചു വെക്കുക. ബാക്ടീരിയൽ സ്മിയറിനാണ് നമ്മൾ ഹീറ്റ് ഫിക്സിങ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ഫംഗസ് മൈക്കോളജി പോർഷൻസ് എന്ന് മിക്സർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ആൻസർ ഹീറ്റ് ഫിക്സിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഈ ബാക്ടീരിയയുടെയും ഫംഗസിന്റെയും ഓരോന്നിന്റെയും സ്റ്റെയിനിങ് ടെക്നിക്ക്, അതിന്റെ വരുന്ന വ്യത്യാസങ്ങൾ പഠിച്ചു വെക്കുക. ജേം ട്യൂബ് ടെസ്റ്റ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് കാൻഡിഡ ആൽബൻസ്, അതായത് ഒരു ഫംഗസ് ആണ്, അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജേം ട്യൂബ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അതും ബയോകെമിക്കൽ ടെസ്റ്റ് ഫോർ ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫംഗസ്. അഗെയിൻ കാൻഡിഡ ആൽബിക്കൻസിനെ കുറിച്ച് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. റിനോൾഡ്സ് ബ്രോഡ് ഫിനോമിന ഈസ് റിലേറ്റഡ് ടു കാൻഡിഡ ആൽബൻസ്. അഫ്ലാടോക്സിൻ ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫംഗസ് വിച്ച് ഈസ് അസ്പെർജില്ലസ് ഫ്ലേവസ്. ഇങ്ങനെ ഫംഗസ് മൈക്കോളജി പോർഷനിൽ നിന്ന് ബേസിക്സ് പോർഷനിൽ നിന്നും അതേപോലെ തന്നെ കൾച്ചർ മീഡിയ, സ്റ്റെയിനിങ്, ആ ഒരു പോർഷൻസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. ഓൾ ആർ ഫംഗൽ സ്റ്റെയിൻസ് എക്സെപ്റ്റ്, ഇതില് കാൽക്കോഫ്ലോർ വൈറ്റ്, പീരിയോഡിക് ആസിഡ് ഷിഫ്, മായസ്, മുറി കാർമിൻ, ഇതൊക്കെ ഫംഗൽ സ്റ്റെയിൻസ് ആണ്. പോണ്ടോ സ്റ്റെയിനിങ് നമ്മൾ ബാക്ടീരിയൽ സ്റ്റെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സ്റ്റെയിനിങ് ഡിഫറൻസ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമാണ് ഫംഗസിന്റെ ആണോ ബാക്ടീരിയയുടെ ആണോ എന്ന് അറിയാനായിട്ട് പറ്റുക. അഗെയിൻ കാൻഡിഡ സ്പീഷീസിന്റെ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ കാൻഡിഡ ആൽബൻസ്, കാൻഡിഡ സ്പീഷീസ് ഫംഗസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പോർഷൻ ആണ്. അപ്പോൾ നമ്മൾ മൈക്കോളജി പോർഷൻസ് കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ പോർഷൻസ് എന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. കോമൺ, കണ്ടാമിനേറ്റ് ഫംഗെ, അതേപോലെ തന്നെ മോർഫോളജി, കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സ്റ്റെയിനിങ്, അവിടെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഓക്കെ, അപ്പോ മൈക്കോളജി പോർഷൻസിന്റെ അനാലിസിസ് അതോടെ കഴിഞ്ഞു. നെക്സ്റ്റ് വൈറോളജി. വൈറോളജിയിൽ നിന്നും സെയിം 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് മാക്സിമം ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു വൈറോളജി പോർഷൻസ് ഒരു ഇയറിൽ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു വൈറോളജി, ആരാണ് വൈറസിനെ ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് DNA വൈറസസ് ആൻഡ് RNA വൈറസ്, അതേപോലെ തന്നെ ഐഡന്റിഫിക്കേഷൻ ഓഫ് വൈറസ്. മോർഫോളജി ഒന്നും വൈറസിൽ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഐഡന്റിഫിക്കേഷൻ ഓഫ് വൈറസസ് ആൻഡ് മെഡിക്കലി ഇമ്പോർട്ടന്റ് വൈറൽ ഡിസീസസ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈറൽ ഡിസീസസ് ഇവിടെ നമുക്ക് പിന്നീട് വരുന്നത് റാപ്പിഡ് ടെക്നിക്സ് ഫോർ വൈറൽ ഡയഗ്നോസിസ്, വൈറൽ ഇൻഫെക്ഷൻ ഡയഗ്നോസിന്റെ റാപ്പിഡ് ഇൻഫെക്ഷൻ. ഇത്രയും പോർഷൻസ് ആണ് വൈറോളജിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ എക്സാമ്പിൾ ഓഫ് RNA വൈറസ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആൻസർ ഹെർപ്പസ് വൈറസ് ആയിരുന്നു എന്റെ ആൻസർ. H5N1 ഈസ് ഏത് ഡിസീസ് ആണ്? അതിൽ ബാക്ടീരിയൽ, ഫംഗൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ വൈറൽ ഡിസീസ് എന്നാണ് അതിന്റെ ആൻസർ ആയിട്ട് വന്നത്. ഇനി കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ ഡിറ്റക്ടിങ് എയ്ഡ്സ്, ഇത് റാപ്പിഡ് ടെക്നോളജി ഫോർ വൈറൽ ഇൻഫെക്ഷൻ, അതിന്റെ റാപ്പിഡ് ടെസ്റ്റിൽ വരുന്നതാണ് കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ ഡിറ്റക്ടിങ് എയ്ഡ്സ്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ തെറ്റിപ്പോവാൻ സാധ്യതയുള്ളത് എല്ലാവരും ഇതിൽ എലൈസ, അതായത് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏറ്റവും വേൾഡ് വൈഡ് ആയിട്ട് എയ്ഡ്സ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത ടെക്നിക്കാണ്. പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുള്ളത് കൺഫർമേറ്ററി ടെസ്റ്റ് ആണ്. അതായത് നമ്മൾ ആ ഒരു വൈറൽ ഇൻഫെക്ഷന്റെ ടെസ്റ്റ് ഫുൾ പഠിച്ചെങ്കിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ചെയ്യാൻ പറ്റുക. എലൈസ പോസിറ്റീവ് ആയിട്ട് വരുന്ന സാമ്പിൾസ് നമ്മൾ പിന്നീട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് വെസ്റ്റേൺ ബ്ലോട്ട്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കൺഫർമേറ്ററി ടെസ്റ്റ് ആണ്, അതുകൊണ്ട് ഇതിന്റെ ആൻസർ വെസ്റ്റേൺ ബ്ലോട്ട് ആണ് വരുന്നത്. അഗെയിൻ PCR ടെക്നിക്ക് നമ്മുടെ വൈറോളജിയിൽ നമ്മൾ റാപ്പിഡ് ടെക്നിക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അവിടെ യൂസ് ചെയ്യുന്ന എൻസൈം ടാക് പോളിമറൈസ് എൻസൈം ആണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വൈറോളജിയിൽ നിന്ന് വന്നിട്ടുള്ളത്. കോസേറ്റീവ് ഏജന്റ് ഓഫ് ഷിപ്പ്യാർഡ് ഐ, വേരിയസ് വൈറൽ ഡിസീസസിൽ നിന്നാണ് അഡിനോ വൈറസ് ആണ് ഷിപ്പ്യാർഡ് ഐ കോസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ HIV ഏത് ഫാമിലി ആണെന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ വേരിയസ് ഫാമിലി ഇമ്പോർട്ടന്റ്, മെഡിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറസിന്റെ ഫാമിലീസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. HIV കം അണ്ടർ റെട്രോ വൈറൽ ഗ്രൂപ്പ്. DNA വൈറസിന് എക്സാമ്പിൾ ഏതാണ്? അപ്പൊ നമ്മൾ പഠിക്കുന്ന എല്ലാ വൈറസിന്റെയും ജനറ്റിക് മെറ്റീരിയൽ എന്താണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കുക. DNA ആണോ RNA ആണോ, അത് ഉറപ്പായിട്ടും അത് അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇൻക്ലൂഷൻ ബോഡി സീൻ ഇൻ ഫൗൾ പോക്സ്, വൈറൽ ഡിസീസ് എന്നാണ് അഗെയിൻ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഓഫ് ദ ലേഷൻസ് ഇൻ കേസ് ഓഫ് ഇൻഫെക്ഷൻ വിത്ത് സാങ് സെൽസ്
ആർ സീൻ ഇൻ ഹെർപ്പസ് വൈറസ് അഗെയിൻ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. സ്മോൾ പോക്സ് വാക്സിൻ വാസ് ഇൻവെന്റഡ് ബൈ, ഇത് ഏതാണ് ഹിസ്റ്ററി പോർഷൻസ് എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എഡ്വാർഡ് ജെനർ. അപ്പൊ ഇൻട്രൊഡക്ഷൻ ടു വൈറോളജി പോർഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ബുള്ളറ്റ് ഷേപ്ഡ് വൈറസ് ഏതാണെന്നാണ്. അപ്പൊ വൈറസിന്റെ നമ്മുടെ മെഡിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറസിന്റെ ഒക്കെ മോർഫോളജി, അതിന്റെ ഷേപ്പ് എങ്ങനെയാണ്, എന്തെങ്കിലും ടിപ്പിക്കൽ ആയിട്ടുള്ള ഷേപ്സ് ഉള്ള വൈറസിന്റെ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇപ്പൊ വൈറോളജി നമ്മൾ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് കഴിഞ്ഞതിന് ശേഷം ഇൻട്രൊഡക്ഷൻ ടു വൈറോളജി പോർഷൻസ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് DNA വൈറസ് ആൻഡ് RNA വൈറസ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഐഡന്റിഫിക്കേഷൻ ഓഫ് വൈറസ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മെഡിക്കലി ഇമ്പോർട്ടന്റ് വൈറൽ ഡിസീസസ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സ്റ്റെയിനിങ്, സെറോളജിക്കൽ ടെക്നിക്സ് അവിടുന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും പോർഷൻസ് ആണ് വൈറോളജി പോർഷൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇത്രയും അനാലിസിസിലൂടെ നമ്മൾ മൈക്രോബയോളജിയുടെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലായത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള 2 മൊഡ്യൂൾസ് ബാക്ടീരിയോളജി പോർഷനും അതേപോലെ തന്നെ പാരാസൈറ്റോളജി പോർഷനുമാണ്. അപ്പോൾ നിങ്ങൾ ഈ മൈക്രോബയോളജി പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് അല്ലെ, നമ്മൾ വീണ്ടും ഒന്ന് ഒരു ഒബ്ജക്റ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ഒരു ഡേ 1 to ഒരു 40 ഡേ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഈ മൈക്രോബയോളജി പോർഷൻസ് മാത്രം നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. നിങ്ങൾക്ക് ടൈം അനുസരിച്ച് നിങ്ങൾ അതിനെ ചുരുക്കുകയും കൂട്ടുകയും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോ 1 to 7 ഒരു 7 ദിവസം എടുത്ത് ഡേ 1 നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് 7 ഡേയ്സ്, ഈ 7 ഡേയ്സ് എന്ന് പറയുന്നത് ഒരു പോർഷൻ പഠിക്കുക, അതിന്റെ മോക്ക് ടെസ്റ്റും കൂടെ കൂട്ടിയിട്ടാണ് ഈ 7 ഡേയ്സ് പറയുന്നത്. ഫസ്റ്റ് 7 ഡേയ്സിൽ നിങ്ങൾ ബാക്ടീരിയോളജി പോർഷൻ പഠിക്കുക. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാനിപ്പോ പറഞ്ഞ സിലബസിലെ ഇമ്പോർട്ടന്റ് പോർഷൻസ് ഫസ്റ്റ് പഠിച്ചതിന് ശേഷം അതിന്റെ മോക്ക് ടെസ്റ്റുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന്. അതിനുശേഷം മാത്രം നിങ്ങൾ ബാക്കി പോർഷൻസ് പഠിക്കുക. അപ്പോൾ 7 ദിവസം കൊണ്ട് ഏകദേശം നിങ്ങൾക്ക് ബാക്ടീരിയോളജി പോർഷൻസ് നല്ല എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാണ് നിങ്ങൾക്ക് തീർക്കാനായിട്ട് പറ്റും. 8 തൊട്ട് 16 ദിവസം വരെ നിങ്ങൾ പാരസൈറ്റോളജി എന്ന് പറഞ്ഞിട്ടുള്ള 3ാമത്തെ മൊഡ്യൂൾ നിങ്ങൾ പഠിക്കുക. അതിൽ ഇമ്പോർട്ടന്റ് പോർഷൻസ് ബാക്ടീരിയോളജി പാരസൈറ്റോളജി തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകളെല്ലാം നിങ്ങൾ ഇത് രണ്ടും സിങ്ക് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഇനി ഡേ 17 തൊട്ട് 25 വരെ നിങ്ങൾ മൈക്രോബയോളജി പോർഷൻ, അതായത് ഏകദേശം ഒരു 7-8 ദിവസം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് മൈക്രോബയോളജി പോർഷൻ. അതിന്റെ ഹിസ്റ്ററി പോർഷൻസ് ഒക്കെ കുറച്ച് ടൈം എടുക്കുന്നതാണ്. അപ്പൊ ഹിസ്റ്ററി പോർഷൻസിനെ സയന്റിസ്റ്റിന്റെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കാം. നെക്സ്റ്റ് 26 തൊട്ട് 30 ഡേയ്സ് വരെ 4 ദിവസം മതി നിങ്ങൾക്ക് മൈക്കോളജി പോർഷൻസ് പഠിക്കാനായിട്ട്. ഓക്കെ, മൈക്കോളജി പോർഷൻസിന് നിങ്ങൾക്ക് ഏകദേശം ഒരു 4 ദിവസം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്താൽ അതിലെ ഇമ്പോർട്ടന്റ് പോർഷൻസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി 30 to 35 ഒരു 5 to 6 ഡേയ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് വൈറോളജി പോർഷൻസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ വൈറോളജി പോർഷൻസ് പഠിക്കുമ്പോൾ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന റാപ്പിഡ് ടെക്നോളജീസ് ടു ഡിറ്റക്ട് വൈറൽ ഇൻഫെക്ഷൻ ഉള്ള പോർഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കുക. അതേപോലെ തന്നെ വേരിയസ് വൈറസിന്റെ ഫാമിലീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ വൈറോളജിയിൽ പഠിക്കുക. ഇമ്പോർട്ടന്റ് പോർഷൻസ് പഠിച്ചതിന് ശേഷം മാത്രം ബാക്കിയുള്ള പോർഷൻസ് പഠിക്കാം. ലാസ്റ്റ് ഒരു 4 to 5 ഡേയ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ഫൈനൽ റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ 5 മോഡ്യൂൾസിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ഉള്ള ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫൈനൽ റിവിഷൻ പോലെ നിങ്ങൾ ഈ ഒരു മൈക്രോബയോളജി പോർഷൻസ് ഈ 4 ദിവസം യൂസ് ചെയ്തിട്ട് 36 തൊട്ട് 40 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ, മൈക്രോബയോളജിയുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ സ്റ്റഡി പ്ലാൻ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക് PSC ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഓഫർ പ്രൈസിൽ അത് നിങ്ങൾക്ക് 2,999 റുപ്പീസിന് ഇപ്പോൾ ടെക് PSC അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ സിലബസ് അനാലിസിസും കാര്യങ്ങളും ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സിലബസും കവർ ചെയ്ത് പോകുന്നത്. ഓരോ പോർഷൻസ് കഴിയുമ്പോൾ അതാത് പോർഷൻസിന്റെ മോക്ക് ടെസ്റ്റ് സഹിതം ഫുൾ ഒരു മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ ഈ താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനലിന്റെ താഴെ നിങ്ങൾക്ക് ടെലിഗ്രാം ലിങ്ക് ഉണ്ടാവും. ആ ഒരു ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ട് അറിയാം. അപ്പോൾ ഈ ഒരു മൈക്രോബയോളജി പോർഷൻ മാത്രമല്ല മറ്റു മോഡ്യൂൾസ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ വരുന്നുണ്ടല്ലേ. അപ്പോൾ മൈക്രോബയോളജി പോർഷൻസിന്റെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു പ്രിപ്പറേഷൻ ആശംസിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വിജ്ഞാപനം വന്നു കഴിഞ്ഞു. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിലിതാ വിജയചരിത്രം ആവർത്തിക്കുവാനായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം ഫുൾ സിലബസ് ബേസ്ഡ് മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ ഒരു ഫുൾ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.